ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുള്ളും വറ്റിച്ചത്, നാടൻ മുള്ളും വറ്റിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചോറിനോടും ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണിത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1 കിലോ മുള്ള തലയും വാലെല്ലാം വെട്ടിയതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതാണിത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി, കുറച്ച് കറിവേപ്പില, 4 അല്ലി വെളുത്തുള്ളി ചതച്ചത് എന്നിവ ഒരു മൺചട്ടിയിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പുളി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചതാണ്. അത് കൈകൊണ്ടൊന്ന് നല്ലോണം ഉടച്ചതിന് ശേഷം ഈ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ വെള്ളം മാത്രം മൺചട്ടിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായി കൈകൊണ്ട് ഇത് തക്കാളിയിൽ നിന്നൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മൊത്തമായി 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇനി ഇത് അടുപ്പത്ത് വെക്കാം. മുള്ളം ചേർത്ത് അടുപ്പത്ത് വെക്കാം. നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുള്ളം ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓൺ ചെയ്യാം. ഇത് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊന്നും വറ്റിയിട്ടില്ല. ഇനി ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കുക. നിങ്ങൾ ഗ്രേവിക്ക് അനുസരിച്ച് വറ്റിച്ചെടുത്താൽ മതി. ഞാൻ ഇത്രയേ വറ്റിച്ചെടുക്കുന്നുള്ളൂ. നന്നായി വറ്റി വന്നിട്ടുണ്ട്. മുള്ളനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് തീ ഓഫ് ചെയ്ത് ചപ്പാത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല അടിപൊളി കറിയാണ്. ചപ്പാത്തി, ദോശ, ചോറ് നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്.